ഇന്ന് NH വ്ലോഗ് എത്തി നിൽക്കുന്നത് ഒരു കുളക്കടവിലാണ് കേട്ടോ. അപ്പോൾ ഇതേതേ കുളം എന്നുള്ളതും അതുപോലെ ഇതേതേ സ്ഥലം എന്നുള്ളതും കാണുന്നവരെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എത്ര പേർക്ക് അറിയുന്ന നോക്കാമല്ലോ. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ഒരാളെ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ 7 മണിക്കാണ് ആടെ അപ്പോയിൻമെൻറ്റ് നിന്നിരിക്കണം. അപ്പോൾ ഞങ്ങൾ 7 മണി വരെ ചുറ്റിക്കറങ്ങി അവിടെയൊക്കെ തട്ടിമുട്ടി നിൽക്കാമെന്ന് വിചാരിച്ചു. സൺസെറ്റ്. അപ്പോൾ ആ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി നോക്കി നിൽക്കേണ്ടത് തന്നെയാട്ടാ. അവിടുത്തെ വീടുകൾ, കാര്യങ്ങൾ, അങ്ങനെ ഭംഗിയുള്ള വീടുകൾ കേട്ടോ. പണ്ടത്തെ മോഡൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന നോക്കി പോണ മോഡൽ വീടുകളാണ് മൊത്തം. ഒരു വീടുകളും അതിൻ്റെ എല്ലാത്തിനും നടുവിലൊരു കുളം, അതിൻ്റെ അടുത്തൊരു ശരിക്കും എന്താ പറയുക, ഒരു രാവിലെ എന്തായിരിക്കും അവിടുത്തെ കാഴ്ച എന്നാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത് കേട്ടോ. കുളക്കടവിൽ സാധാരണക്കാരായ കുറേ മനുഷ്യർ അവർ വന്നിട്ട് അവരുടെ വിവരങ്ങളും വിശേഷങ്ങളും എല്ലാം പറയണ ഒരു സമയമായിരുന്നു സന്ധ്യയ്ക്ക്. അപ്പോൾ ഇങ്ങനെയൊക്കെ എപ്പോഴും ഉണ്ട് അല്ലേ, നാട്ടിൻപുറത്തൊക്കെ ഒന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. കുറേ ആൾക്കാരുടെ ഇപ്പോഴും എല്ലാവരും കാത്തു സൂക്ഷിക്കുന്നവരുണ്ട് അവിടെ. കുറേ പേരൊക്കെ അവിടെ ഇരുന്ന് പേരക്കുട്ടികളൊക്കെ കൊണ്ടുവന്നിരുന്ന് കാഴ്ചകൾ കാണലും സംസാരിക്കലും, അങ്ങനെ ഒരു സാധാരണക്കാരുടെ ഒരു ഏരിയ. ഭംഗിയുള്ള വീട് ഇരിക്കണ സീറ്റ് അറേഞ്ച്മെന്റ് കണ്ടോ. ചെണ്ടയാണത്. ചെണ്ടേരുള്ളിൽ ഇരിക്കുന്ന നോക്കട്ടെ. സുബുരു ചെണ്ട കൊട്ടിടാ. ആ തേങ്കുറിശി. ഇതാ അവിടെ ഗുരുവായൂർ കേശവ നിക്കണു. ആ 2 പേര് കുഴല് പിടിച്ച് നിക്കുന്നുണ്ട് അവിടെ. പട്ടിക്കുട്ടി. ആനരടുത്തി പോവാൻ. സുബുരു ആന കുത്തൂടാ. ദാ അതാരൊക്കെ 2 പേര് നിക്കണ്. ഹോണടിച്ച. ആ ഹോണടിച്ചു. ബസ്സിൻ്റെയാ. നെന്മാറ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് ആനയുടെ പേര്. മല. അതിന് മുകളിലൊരു അമ്പലം ഉണ്ട്. ആന ചവിട്ടൂട്ടെ സുബ്രി. ഇങ്ങോട്ട് പോരെ. ചോദിച്ചു നോക്ക്. സുബ്രു അങ്ങനെ അതുമ്പോ കളിക്കാൻ പറ്റില്ല തോന്നുന്നുണ്ട്. വാ കളിക്കാൻ പറ്റില്ല. നല്ല മനോഹരമായ സ്ഥലം. കുളത്തിന് ചുറ്റും വീട് അല്ലേ. നല്ല രാവിലെയൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കില്ലേ ഇവർക്ക്. അമ്പലവും കുളവും നല്ല എന്താ പറയുക, നല്ലൊരു ഗ്രാമീണ സൗന്ദര്യമുള്ള സ്ഥലം. അവരുടെ കുളിസിയും പിടിക്കാന്ന് പറയാവോ. അവിടെ ഒരു സ്കൂള് VRCM UP സ്കൂൾ. ആ സ്കൂളിൻ്റെ ഒരു വെറൈറ്റി. 2 സൈഡിലും 2 ഗോപുരം. നല്ല ഭംഗിയുള്ള സ്കൂള്. എന്താ പേര്? VRCUP സ്കൂൾ. നല്ല ഭംഗിയുള്ള സ്കൂള് അല്ലേ. സുബ്രുവിനെ നോക്കണോട്ടോ പട്ടിക്കുട്ടി. നോക്ക്. ഗൃഹാതുരത്വം വിളിച്ചോതുന്ന വീടുകൾ നമുക്ക്. നല്ല ഭംഗിയുണ്ട് വീടുകൾ. ആ വീട്ടുകാരെങ്കിലും കാണാം. നല്ല മനോഹരമായ വീട്.
അത് മരണക്കിണറ സുബ്രു, മരണക്കിണർ. സുബ്രിന്റെ അപ്പുറത്ത് 2 കൊക്ക് നിക്കണുടാ. ആ നന്നായി. നിറയെ മീന്. സുബ്രു അങ്ങോട്ട് ഇറങ്ങണ്ട, അവിടെ നിന്നാ മതി. നിറയെ മീനുണ്ടെന്ന്. അതെ, അവളെയൊന്നുമല്ല, മീനടാ. അങ്ങോട്ട് പോണ്ട, അങ്ങോട്ട് ഇടാ, ഇങ്ങോട്ട് വാ. ആ തവളയാ, കേറി വാ. എടാ അത് നടക്കണ നോക്കടാ, മീന്. മീൻ നോക്കടാ. ഡാഡാ കാലി കയറ്റിക്ക്, കേറിയിരിക്കും സുബ്രു മോളിക്ക്. സുബ്രു മതി മതി മതി. അവിടെ ഇരിക്കടാ, അവിടെ ഇരിക്കും ഒരു സ്ഥലത്ത്. ആ അവിടെ ഇരിക്കും, അങ്ങനെ കാണിച്ചാ മതി. സുബ്രു ഒതുങ്ങിയിരിക്കും. ആ മീൻ കണ്ടു. നോക്കടാ മീൻ തിളങ്ങണ, നോക്കടാ ഉണ്ടാ മീൻ തിളങ്ങണക്ക്. ആര്? ആ പരല്, പരല്. പാടി സുബ്രു പാട്ട്. കുട്ടികളുടെ ഡോക്ടറല്ലേ ഫിനോജി, അവിടെയാണ് നനഞ്ഞു അല്ലേ? നന്നായി. ഇങ്ങനെ വെള്ളം തെറിപ്പിക്കണം, ഒതുങ്ങിയിരിക്കി. പിന്നെ ട്രൗസർ ഊരിപ്പോണ്ടടി, ഊരിപ്പോണ്ട. ആ പാട് സുബ്രു. ആ എന്നിട്ട് നേരെ അങ്ങോട്ട് ചാടും, നമ്മുടെ പറക്കുന്നളികയില് ബാസന്തി ചാടുന്ന പോലെ. അപ്പൊ ഞങ്ങള് രക്ഷിക്കാൻ വേണ്ടിട്ട് 1 2 എന്ന് പറഞ്ഞ ചാടാ. അത് പാമ്പിന്റെ തലയാണത്. സുബ്രു പാമ്പാണോ വരുന്നു കൂട്ടായിട്ട്? ഇതാ വരുന്നു. പച്ചക്കളറല്ലടാ, കറുത്ത പാമ്പ്. ആ വരുന്നുണ്ട് ഇങ്ങട്. നീങ്ങി നീങ്ങി. നന്നായി സുബ്രു, കേറിക്കോ. നീലയുടെ ചാട് ബാസന്തി ചാടി പോലെ, പറക്കുന്നളികയില ബാസന്തി ചാടി. അപ്പൊ ഞങ്ങള് രക്ഷിക്കാൻ ചാടോ. ആ ചെരുപ്പൊന്ന് പോവും, അത്രേ ഉണ്ടാവുള്ളോ. നമ്മൾ വരുന്ന വഴിക്കിതാ കപ്പയും ബീഫും, കപ്പയും മീനും. അപ്പോൾ കപ്പ വെച്ചിട്ടുള്ള ഐറ്റംസ് ഒരു കുറേ ഉണ്ട് കേട്ടോ. ചെറിയൊരു കടയാണ്. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. നോക്കിയിട്ട് പറയാം. കപ്പയും ബീഫും, കപ്പയും മീനും, കപ്പയും ബോട്ടിയും, ചിക്കൻ ബോൾസ്. മീൻ കറി, മീൻ വറ്റിച്ചത്. ബീഫ്, കപ്പ,
ബീഫ്, ചിക്കൻ പട്സ്, ബോട്ടി, നമുക്കുള്ള കപ്പയും ബീഫും. ഉപ്പിലിട്ട നെല്ലിക്ക, മസാലക്കടല, ഗ്യാസടത്. എന്താ ഒരു പൊതി തുറക്കണ ബഹളാണ്. ചെമ്മീൻ ചമ്മന്തിപ്പൊടി, കുത്തി 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 ഒലർത്തി ഉണ്ടാക്കണം. ഈ കട വരുന്നത് അടിപൊളി വിദേശ മദ്യ ഷോപ്പിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ചൊടിയും എരിവും ഉണ്ടാവും. ഗോമതി, സ്ഥലം ഗോമതിയാണ് കേട്ടോ. കടമ്പടി. സോഡ നിങ്ങൾക്കുള്ളതല്ല, ഇതാ അപ്പുറത്തുള്ള ടീമുകൾക്കുള്ളതാ. അപ്പുറത്ത് ഇതാ അങ്ങ് ദൂരെയുള്ളവർക്കുള്ളതാണ് സോഡ. ആ ചേട്ടൻ വളരെ ആത്മാർത്ഥത്തോടുകൂടി ഉണ്ടാക്കുന്നു. കാത്തിരിക്കണെന്നവൻ. സുബ്രി കാത്തിട്ട് ഇരിക്കടാ. ആ അപ്പഴല്ലേ ശരിയാവുള്ളൂ. കാത്തിരി പേടി. ആ അടിപൊളി അടിപൊളി. കഴിച്ചോ കഴിച്ചോ. ആ സുബ്രി കഴിക്കും. സുബ്രി ഒരു ടേസ്റ്റ് പറയണട്ടെ എങ്ങനെയുണ്ടെന്ന്. വാ ഒരു മിനിറ്റ്, ഞാൻ വീഴും പുറകിലോട്ട്. ആ കഴിച്ചോ. വായപുള്ളി, വെരി ഗുഡ്. എങ്ങനെയുണ്ട് സുബ്ര? ആ നീലേട്ടൻ കഴിക്കേ, നീലേട്ടൻ കഴിക്കേ. എങ്ങനെയുണ്ട്? അവസാനം ഓരോ ജ്യൂസും കുടിച്ച് തിരിച്ചു പോകണം. ഇത്തിരി ലേറ്റായി എന്നാലും പിന്നെ അവിടെ നിന്ന് കുറച്ച് ദൂരം കൂടി വടക്കഞ്ചേരിക്കുള്ളൂ. അപ്പോൾ എത്തി. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.